നമസ്തേ, എല്ലാവർക്കും ഇത് മൈൻഡ് ബാലൻസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസൻ കൗരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങളത് ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല എക്സ്പേർട്ടിന്റെ സഹായം തേടുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ നാർസിസിസ്റ്റിന്റെ കൂടെ ജീവിക്കുമ്പോൾ ചില മെത്തേഡ്സുകൾ നമ്മളിങ്ങനെ പറയും. അപ്പം ഞങ്ങൾ തെറാപ്പിസ്റ്റുകൾ പല രീതിയിലുള്ള മെത്തഡോളജീസിൻ്റെയും പല കാര്യങ്ങൾ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിൻ്റെയും കോൺസ്റ്റന്റ് സെർച്ചിലാണ് നമ്മളെല്ലാവരും. അപ്പൊ അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് കണ്ടുപിടിച്ച ഒരു റൂളുണ്ട്, ദ ക്രോക്കഡൈൽ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ദ ക്രോക്കഡൈൽ റൂളിനകത്ത് നമ്മൾ പറയുന്നത്, ദർ ഈസ് എ സേയിങ്, ഇങ്ങനെ പറയുന്ന ഒരു സേയിങ് ഉണ്ട്. നമ്മളൊരു ക്രോക്കഡൈൽ ഒത്തിരിയുള്ള ഒരു റിവറിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, നെവർ ഡിസ്റ്റർബ് ദ മൗത്ത് ഓഫ് ദ ക്രോക്കഡൈൽ. നമ്മൾ ആ റിവറിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ക്രോക്കഡൈലിനെ ഡിസ്റ്റർബ് ചെയ്താൽ അതിങ്ങനെ പമ്മിക്കിടക്കും. അതിനെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ കടിക്കും. അപ്പം നമ്മളൊരു അങ്ങനെയുള്ള റിവറിലൂടെ നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അതിനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നൊരു സേയിങ് ഉണ്ട്. ഈ റൂള് നമ്മൾ നാർസിസിസ്റ്റിന്റെ കൂടെ ജീവിക്കുമ്പോൾ ആപ്ലിക്കബിൾ ആണ്. ആ റൂള് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പൊ അതിനകത്ത് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ വരുന്നത്, ആ ക്രോക്കഡൈൽ റൂൾ എന്നും അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവരുടെ കൂടെ താമസിക്കും, നമുക്ക് ഏകദേശം അറിയാം ഇവരെങ്ങനെയുള്ള വ്യക്തികളാണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയും, ഒരു നാർസിസിസ്റ്റിന്റെ ആ മാലിഗ്നൻസി ഒത്തിരി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനേ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അറിയുന്ന നമ്മുടെ പല റിസ്കുകളെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മൾ ആദ്യം ആ ഒരു സ്റ്റെപ്പിനകത്ത് വരുന്നത്, നമ്മളുടെ റിസ്കുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്തൊക്കെ റിസ്കുകളുണ്ട് ഇവരുടെ കൂടെ ജീവിച്ചാൽ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തുമാത്രം നമുക്ക് നഷ്ടങ്ങൾ വരും, അല്ലെങ്കിൽ നമുക്ക് ലാഭമുണ്ട്, എന്ത് ലാഭം എന്ത് നഷ്ടം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്തുമാത്രം ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പിന്നെ നമ്മൾ ട്രൈ ടു എലിമിനേറ്റ് മാക്സിമം റിസ്ക്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും റിസ്കുകളെ എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് പറയാണ്, എനിക്ക് റിസ്ക് ഉള്ളത് ഫൈനാൻഷ്യൽ ഏരിയയിൽ, അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഫൈനാൻഷ്യലി ഞാനൊന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ബെറ്റർ ആകാനായിട്ട് നോക്കാം എന്നുള്ളത് നമ്മൾ വരും. അതല്ല, നമുക്ക് ആ രീതിക്ക് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, നമുക്ക് ആ റിസ്കിനെ നമുക്ക് വേറെ എന്തെങ്കിലും രീതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ആ പൊസിഷനിൽ നമുക്ക് ഫിനാൻഷ്യൽ ഹെൽപ്പ് തരികയോ, അങ്ങനെ എങ്ങനെയും നമുക്ക് അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ അങ്ങനെ കൊണ്ടുവരും. അപ്പൊ നമ്മൾ നോക്കുന്നത് റിസ്കിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ ആ റിസ്കിനെ നമ്മളിലേക്ക് എത്താതെ നമ്മളൊന്ന് പുഷ് അവേ ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കും. അതിനകത്ത് ചിലപ്പം അവർക്ക് പേടിയുള്ള ആരെങ്കിലുമോ, നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്നുള്ള ഫിയറോ ഒക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു റീസൺ നമുക്കതിനെ പുഷ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത്, നമുക്കൊരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ, ഒരു ഷീൽഡ് എന്ന് പറയും. നമ്മൾ ഈ ഷീൽഡ്, അമ്പും നമ്മൾ പരിച എന്ന് പറയത്തില്ല, പരിച പോലെ എനിക്ക് ഒരു ഫെൻസിങ്ങും ഒരു ഷീൽഡും ഒക്കെ നമ്മൾ എപ്പോഴും തന്നെ, എന്നിലേക്ക് ഒരു കാര്യം എത്താതിരിക്കാതെ എന്നെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് നമ്മൾ എപ്പോഴും നോക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിന് വരുവാണെങ്കിൽ ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റി ക്ലാരിറ്റി, നല്ല അറിവുള്ളവരായിരിക്കണം. അത് എന്നിലേക്ക് ആ ഒരു ടാർഗറ്റഡ് ആക്കാൻ അവർക്ക് പറ്റാത്ത രീതിയിൽ നമ്മളെ ഷീൽഡ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മളെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വരും. പിന്നെ ഇനി ഇതൊന്നും പറ്റിയില്ല, പിന്നെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ബാക്കി സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഇനി ഈ ഒരു ക്രോക്കഡൈൽ റൂളിൽ പ്രിവെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വരും. പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഇത് ക്രോക്കഡൈലുള്ള സ്ഥലമാണെന്നുള്ളതിലേക്ക് അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കും. അപ്പൊ NPD എൻ്റെ അടുത്തുണ്ടെങ്കിൽ, അല്ല NPDയുടെ ഭാവങ്ങളെ ഞാൻ മനസ്സിലാക്കും. ഐ വിൽ ബി ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ അവെയർ ആയിരിക്കും, എന്നെയും എൻ്റെ സറൗണ്ടിങ്ങിനെയും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള നാർസിസിസ്റ്റിക് അല്ലെങ്കിൽ ആ കുറച്ച് മാലിഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അയാളെ പ്രത്യേകിച്ച് നമ്മൾ സൂക്ഷിക്കണം. അവിടെ കൂടെയുള്ള ആളുകൾ ആരൊക്കെ ഉണ്ട്, എൻ്റെ ചുറ്റിനുമുള്ള ഒരു വീട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ നാർസിസിസ്റ്റുകൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ആരെങ്കിലും അവരെ ഗോൾഡൻ ചൈൽഡായിട്ട് കണക്കാക്കുന്ന ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇനേബിളേഴ്സ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ, കോനാർസിസിസ്റ്റുകളുണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും അവർക്ക് എന്താ പറയുക, അവരുടെ ഏജന്റ് അല്ലെങ്കിൽ ഫ്ലൈ മങ്കീസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ. അപ്പൊ ഇവരുടെ കൂടെ ഞാൻ ഈ സറൗണ്ടിങ്ങിൽ ഒറ്റയ്ക്കാണോ, അല്ലെങ്കിൽ ആരും ഇല്ലാത്ത രീതിയിലാണോ ഞാൻ ഇപ്പം ഉള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ
നമുക്ക് ഏകദേശം അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. എപ്പോഴും നമ്മുടെ തലയിൽ ഒരു എസ്കേപ്പ് റൂട്ട് ഉണ്ടായിരിക്കണം. അതായത് നമുക്കറിയാലോ, നമ്മളിപ്പം അനലൈസ് ചെയ്ത് റിസ്ക് അനലൈസ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം നമുക്ക് ഡാമേജിങ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ഷനിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഇവർ എത്രമാത്രം ഡേഞ്ചറസ് ആകുന്നു, എത്രമാത്രം പ്രശ്നമാകുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല എസ്കേപ്പ് റൂട്ടുകളുണ്ട്. ചിലപ്പം ആരെങ്കിലും വിളിക്കുക, ആരെങ്കിലും കോൺടാക്ട് നിർത്തുക, അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് സമയത്തേക്കൊന്ന് മാറി നിൽക്കുക. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ആ രീതിക്കുള്ള എസ്കേപ്പ് റൂട്ടുകൾ, അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കരമായിട്ട് ഇതാക്കുന്നിടത്ത് നമ്മൾ ആ ഭാഗത്തു നിന്നേ മാറി പോയി. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, ചിലപ്പോൾ ഞാൻ അങ്ങ് മുറി കയറി ഇരിക്കും, വേറെ നിവൃത്തിയൊന്നുമില്ല, അത് അടങ്ങുന്നിടം വരെ ഞാൻ അങ്ങനെ ഇരിക്കാറുണ്ട് എന്നൊക്കെ രീതിയിൽ ചിലർ പറയാറുണ്ട്. അതല്ലെങ്കിൽ ചിലർ പറയും ഞാൻ നേരെ കിച്ചണിൽ പോയി ഞാൻ അങ്ങ് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങും, അപ്പോൾ കുറേ കാര്യം കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് അടങ്ങും. അതല്ലെങ്കിൽ ഞാൻ ചിലപ്പം വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഞാൻ അതിന് പോകാൻ പോകുമായിരുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുന്നതും അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ പണ്ടുള്ള കാലത്ത് നമുക്കറിയാം, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും, അല്ലെ ഞാനും എൻ്റെ ഭാര്യയും മതി, മക്കളും മതി എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ നമ്മൾ മാറിയപ്പോൾ നമ്മൾ ഇതിനെ ഒത്തിരി അഗ്രവേറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആരും പിന്നെ ഒരു എസ്കേപ്പ് റൂട്ടിലേക്ക് ഒരാളുടെ അടുത്തേക്ക് പോകാനോ ചിന്തിക്കാനോ. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഷീൽഡിനകത്ത് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഫെൻസിങ് ഒക്കെ നടത്തി നമ്മളിങ്ങനെ അവിടെ നമ്മൾ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ നമ്മളോട് നല്ല അയൽക്കാരായിട്ടുള്ളവർ, അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യുന്നവർ, നമ്മൾ പറയും നല്ല സമരിയാക്കാരെന്ന് പറയുന്ന പോലെ, അങ്ങനത്തെ കുറേ ആളുകളെയൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മൾ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ലൈഫിലേക്ക് വന്ന് നമുക്ക് ആരോടും ബന്ധങ്ങളില്ല, ആരോടും കമ്മിറ്റ്മെന്റ്സ് ഇല്ല, ആരോടും നമുക്ക് ഇതെല്ലാം കുറേ ഫോൺ ബന്ധങ്ങളും കുറേ ഓൺലൈനിൽ കാണുന്ന അല്ലെങ്കിൽ വിർച്വലി നമ്മൾ സംസാരിക്കുന്ന ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മൾ വിസിറ്റ് ചെയ്യുക, ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, നല്ല ആളുകളെ നമുക്കും അവർക്കും നല്ല രീതിയിൽ പരസ്പര പ്രയോജനമുള്ള നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ആളുകളെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും അവരൊന്നും എനിക്ക് ചെയ്തു തരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നം, അവരല്ലായിരിക്കാം, ചിലപ്പോൾ ഒരു ഫ്രണ്ട് ആയിരിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു എസ്കേപ്പ് റൂട്ട്, ഒരു പ്രൊട്ടക്ഷൻ ഏരിയയും, ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ, ഒരു ഷീൽഡും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കുണ്ടായിരിക്കണം. ഒരു വ്യക്തി എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമാണ് അതെനിക്ക് അങ്ങനെ വേണം എന്നുള്ളത്. അപ്പം ഓൾവേസ് നമ്മളൊരു എസ്കേപ്പ് റൂട്ട് എന്നുള്ളത് നമുക്ക് വെക്കണം. ചിലപ്പോൾ നമ്മളൊരു ലീഗൽ പ്രൊട്ടക്ഷൻ ആയിരിക്കും നമ്മൾ സീക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വുമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ അവരുടെ ഒരു ഓഫീസിലേക്കായിരിക്കാം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൂട്ട് നമുക്ക് എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം, നമുക്കത് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ വി ഷുഡ് ബി റിമൈൻ അലേർട്ട് അറൗണ്ട് ദ നാർസിസിസ്റ്റിന്റെ കൂടെ ജീവിക്കുക. എപ്പോഴും നമ്മൾ അലേർട്ട് ആയിരിക്കണം. എന്തെങ്കിലും അവരുടെ രീതി അനുസരിച്ച് നമുക്കറിയാം, ചിലപ്പം ചെറിയൊരു ഇഷ്യൂ ആയിരിക്കാം, ചിലപ്പോൾ വലുതായിട്ട് വരും. അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അവരുടെ മൂഡ്സും അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അലേർട്ട് ആയിരിക്കണം. എന്നിട്ട് നമ്മുടെ ഭാഗത്തുനിന്നുള്ള ആക്ഷൻ ക്വിക്ലിയും വിജിലൻ്റ്ലിയും ആയിരിക്കണം. നല്ല വിജിലൻ്റ് ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യണം, അസേർട്ടീവ് ആയിരിക്കണം, ക്വിക്കുമായിരിക്കണം. അല്ലാതെ എല്ലാം തീർന്നു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതെന്താ അങ്ങനെയല്ല, ക്വിക്കായിരിക്കണം നമ്മൾ ആക്ട് ചെയ്യുന്നത് അവരുടെ അടുത്ത്. അപ്പം അത് കൂടുതൽ നമ്മളിലേക്ക് വരാതിരിക്കാൻ നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് വെച്ചിട്ട് നോ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് തന്നെയാണ്. അപ്പം അതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം ഇത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യാൻ പറ്റണം ഇൻ അസേർട്ടീവ് വേയിൽ. അപ്പം നമ്മളിലേക്ക് ഒരു ഭയങ്കരമായിട്ട് ബഹളം വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അലേർട്ട് ആയിരിക്കണം, വിജിലൻ്റ്ലി, ക്വിക്ലി, അസേർട്ടീവ്ലി ആക്ട് ചെയ്യാനും നമുക്ക് പറ്റണം ഇവരുടെ ഫ്രണ്ടിൽ. ഇനി ഇതൊരു പ്രിവെൻഷനാണ്. അപ്പം ആദ്യമേ തുടങ്ങുമ്പോഴേ നമ്മളിങ്ങനെ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് പ്രിവെൻഷനിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്നതാണ്, അധികം സംഗതികൾ ഭയങ്കരമായിട്ട് ഹീറ്റഡ് അപ്പ് ആകാതെ. ഇനി അഥവാ നമ്മളിലേക്ക് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ആം ഓക്കെ, നൗ തിങ്സ് ആർ ഹാപ്പനിങ്, എൻ്റെ കയ്യിൽ അല്ല ഇതിങ്ങനെ വേഴ്സ്. അപ്പം നമ്മൾ എപ്പോഴും ഐ കോണ്ടാക്ട്, അവരുടെ കണ്ണിലേക്ക് നോക്കുക. അങ്ങനെ കണ്ണിലേക്ക് നോക്കാൻ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആഹാ പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് പിരികത്തിന്റെ നടുക്കുള്ള അങ്ങോട്ട് നോക്കി ആൾക്കാർക്ക് തോന്നും നമ്മൾ കണ്ണിലേക്ക് നോക്കുകയാണ്. ചില ആളുകളുടെ കണ്ണിലേക്ക് നോക്കാൻ നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം വരും. അവർ നമ്മളെ ഭയങ്കരമായിട്ട് ത്രട്ടൺ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെ ഭയങ്കരമായിട്ട്
വിഷമിപ്പിക്കും ആ കണ്ണിലേക്ക് നോക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഐ കോണ്ടാക്ട് നല്ല രീതിയിൽ കണ്ണിലേക്ക് തന്നെ നോക്കുക, കണ്ണിലേക്ക് നോക്കാതിരിക്കരുത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫോളോ കിസ്. കിസ് എന്ന് പറഞ്ഞാൽ കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. എപ്പോൾ പറയുന്ന കാര്യവും വാരി വലിച്ച് കഥകൾ പറഞ്ഞ് പിന്നെ അതിനോട് ഇത് കൊണ്ടുവന്ന് ആ രീതിക്ക് നമ്മൾ ചെയ്യരുത്. ആർഗ്യുമെന്റ്സ് വെക്കുമ്പോൾ കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. ആൻഡ് ആർഗ്യുമെന്റ്സിൽ നമുക്കൊരു ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. ആർഗ്യുമെന്റ്സ് ഓൾവേസ് ടു ദ പ്രിമൈസ്, അത് ട്രൂ ടു ദ പ്രിമൈസ് ആയിരിക്കും. ആ പ്രിമൈസിനോട് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ആ സിറ്റുവേഷനോട് ചേർന്ന് നിൽക്കുന്ന വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് മാത്രമേ കൊണ്ടുവരൂ. അല്ലാതെ വേറെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ പെടും. നമ്മൾ പറയുന്നതിൽ നിന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതിൽ നിന്നും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് വളരെ പ്രിസൈസ് ആയിട്ട് വളരെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനോടുകൂടി ആ സിറ്റുവേഷൻ ഉതകുന്ന ആ സിറ്റുവേഷനിലേക്ക് വാലിഡും ട്രൂ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് നമ്മൾ അവരുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ ഫോമിലാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓൾവേസ് മെയിൻറ്റെയിൻ യുവർ കോൺഫിഡൻസ് ആൻഡ് യുവർ ടഫ്നെസ്. നമ്മൾ ടഫ്നെസ്സും കോൺഫിഡൻസും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രശ്നമായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്രോക്കഡൈൽ റൂളിൽ നമ്മളൊരു നാർസിസിന്റെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഇതിലേക്ക് പതുക്കെ അതിനെ മാനേജ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റുന്നത് നമുക്ക് കാണാറുണ്ട് ഈ റൂൾസുകൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും. പക്ഷെ ഇത് ഹൈലി മാലിഗ്നന്റ് ആയിട്ടുള്ള നാർസിസ്റ്റുകളുടെ അടുത്തൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ല. ഗ്രൂപ്പ് ഓഫ് നാർസിസം, ഗ്രൂപ്പ് അറ്റാക്ക് ഒക്കെ വരുമ്പോഴത്തേനും അന്നേരവും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു റൂളാണ് ഇത്. നമുക്ക് ഈ ക്രോക്കഡൈൽ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മളെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ആക്ഷനും എന്ത് വേണേലും എടുക്കാനായിട്ടും പറ്റും. നമ്മളായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ അവസാനം നമ്മളെ ബ്ലെയിം ചെയ്ത് നമ്മളൊരു അബ്യൂസറായി അവർ പാവങ്ങളായി വരുന്ന രീതിയിലേക്കൊന്നും സിറ്റുവേഷൻ പോകാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്ക് അബ്യൂസസ് ചെയ്തിട്ടൊരു ജീവിതം വേണ്ട. ചിലപ്പോൾ ഹേർട്ടൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടും, വിച്ച് ഇസ് ഫൈൻ, ബട്ട് അബ്യൂസ് ഇസ് നോട്ട് സപ്പോസ് ടു ഹാപ്പൻ ഇൻ എനി റിലേഷൻഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഇന്ററാക്ഷൻസും അത് ടോക്സിക് ആണോ അബ്യൂസീവ് ആണോ ഇതൊക്കെ തിരിച്ചറിയുക നിങ്ങളുടെ ചുമതലയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല മനോഹരമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അന്ന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.